അഡ്വക്കേറ്റ് ശ്രീ കെ രാംകുമാറിലേക്ക്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും മുതിർന്ന അംഗവും മുതിർന്ന അഭിഭാഷകനും അഡ്വക്കേറ്റ് രാംകുമാറാണ്. അഡ്വക്കേറ്റ് ഹസ്കറുണ്ട്, അഡ്വക്കേറ്റ് സേനാപതി വേണുവുണ്ട്, ജിതിൻ ദേവ് LLB ആണോ എനിക്കറിയില്ല. എന്തായാലും അഡ്വക്കേറ്റ് രാംകുമാർ സാർ, ഇവിടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സേനാപതി വേണു പറയുന്നത് അങ്ങേപ്പോലുള്ള ഒരാൾ കൊങ്ങിയെന്ന് പറയാമോ? അത് മാത്രമല്ല, ഈ കോൺഗ്രസ്സുകാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമിത്ഷായെ പോലും നേരിട്ട് പരിചയമുള്ള അങ്ങേക്ക് വേണമെങ്കിൽ പറഞ്ഞ് ആ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്താമല്ലോ എന്നാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു പറയുന്നത്. അഡ്വക്കേറ്റ് കെ രാംകുമാർ. എൻ്റെ സുഹൃത്ത് ശ്രീ സേനാപതി വേണു നല്ല സംവാദകനാണ്, നല്ല ഊർജ്ജസ്വലനായ പാർട്ടി പ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീർണിച്ച സംസ്കാരം ചർച്ചകളിൽ വ്യക്തമാവുന്നുണ്ട്. അല്ലെങ്കിൽ ചർച്ചയിൽ ഉന്നയിച്ച അഭിപ്രായങ്ങളെയാണ് ഖണ്ഡിക്കേണ്ടത്, അഭിപ്രായം പറഞ്ഞ ആളെയല്ല. അതുകൊണ്ട് എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ അവഗണിക്കാൻ, എൻ്റെ എത്രയും മാന്യനായ സുഹൃത്താണെങ്കിൽ പോലും ഞാനതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ പാർട്ടി ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള പതനം ആലോചിക്കുമ്പോൾ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ചർച്ചകളിലൊക്കെ ഇതുപോലെ തന്നെയാണ് കാരണം അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ കൊഞ്ഞനം കാണിക്കുക എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവം, എനിക്ക് ആ ജീർണിച്ച സംസ്കാരക്കാരോട് അങ്ങേയറ്റ സഹതാപമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു, ശ്രീ രമേശ് ചെന്നിത്തല വളരെ ഗൗരവമായ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചു. ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന് മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. പോലീസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഗഹനമായ അറിവുള്ള ആളാണ്. CBIയുടെ പ്രവർത്തനത്തെക്കുറിച്ചും അറിവുള്ള ആളാണ്. അദ്ദേഹം വെറുതെ ഒരാരോപണം ഉന്നയിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ കരുതുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ്സിനെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന 5 ഗ്രൂപ്പുകളുണ്ടെന്നാണ്. അതിൽ രമേശ് ചെന്നിത്തല ഏത് ഗ്രൂപ്പിലാണെന്ന് എനിക്കറിയില്ല, എനിക്കതറിയാൻ താല്പര്യവുമില്ല. കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ലാതെ ലീഗിൻ്റെ ഊന്നുവടിയിൽ നടക്കുന്നൊരു പ്രസ്ഥാനമായ അധപ്പതിച്ചിൽ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവരെപ്പറ്റി പറഞ്ഞ് പ്രേക്ഷകരുടെ വിലപ്പെട്ട സമയം കളയണ്ട. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ്, ഒരു മുൻ ആഭ്യന്തരകാര്യമന്ത്രി, മുൻ KPCC പ്രസിഡന്റ് ഇതുപോലൊരാവശ്യം ഉന്നയിക്കണമെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സൂചന തന്നെ ഒരു സംസ്ഥാന നിലവാരത്തിലുള്ള അന്വേഷണ ഏജൻസി പോരാ, അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളത് വേണം എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. പിന്നെ എന്തിനാ കോൺഗ്രസ്സുകാർ എതിർക്കണ്? അവരുടെ ലക്ഷ്യം കടകംപള്ളിയാണെങ്കിൽ കടകംപള്ളിക്കെതിരായ തെളിവുകൾ അവർക്ക് ഹാജരാക്കാമല്ലോ SIയുടെ മുമ്പിൽ. അങ്ങനെ സങ്കുചിതമായൊരു മനസ്ഥിതി വെച്ചിട്ടല്ല ഇതുപോലത്തെ ഒരു കേസ് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ശബരിമല അയ്യപ്പൻ്റെ ഭക്തിയും വെച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ജനസമൂഹം ഇന്ന് വിഷാദത്തിലാണ്. കാര്യം കളവ് പോയത് വിലപ്പിടിച്ച അയ്യപ്പൻ്റെ മുതലുകളാണ്. നമ്മുടെ സഖാക്കൾ വരെ പ്രതികരിച്ചത് കണ്ടോ? പത്മകുമാറിനെ പറ്റി മറ്റൊരു സഖാവ് പറഞ്ഞത്, സഖാവ് പറഞ്ഞ മാതിരി ഞാൻ ചെയ്തു എന്നാണ്. അപ്പം സഖാക്കൾ ഇപ്പം അമ്പലത്തിൻ്റെ കാര്യത്തിലും സ്വർണത്തിൻ്റെ കാര്യത്തിലും കാണിക്കുന്ന താല്പര്യം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രത്യയശാസ്ത്രം വിസ്മരിച്ചുകൊണ്ടല്ലേ? മയക്കുന്ന തത്വശാസ്ത്രത്തെക്കാൾ അവർക്ക് ആകർഷണം സ്വർണവും പണവും സ്ഥാനവുമാണ് എന്ന് പ്രകടമാക്കിയതല്ലേ? ആ സഖാക്കളിൽ ഒരാളാണ് പറയുന്നത് അയ്യപ്പനെല്ലാം തെളിയിക്കുമെന്ന്. അത്ര തീവ്ര വിശ്വാസമായിരിക്കണം. ഇത്തരം കപട രാഷ്ട്രീയക്കാരിൽ നിന്ന് ഈ ശബരിമല ക്ഷേത്രത്തിനെ മോചിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികമായ നിയന്ത്രണം ശബരിമല ഭരണത്തിലോ ശബരിമല സംവിധാനത്തിലോ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ വെളിവായിട്ടുള്ളത് കോടിക്കണക്കിന് സ്വർണം അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടെന്നാണ്. SIT കണക്കാക്കുന്നതിലധികം സ്വർണം പോയിട്ടുണ്ട്. അതിൽ ഉത്തരവാദികളായ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആളുകളും ഭരണക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മരുമകൻ്റെ പേരും കേൾക്കുന്നുണ്ട്. ഇതന്വേഷിക്കണ്ടേ? ആരന്വേഷിക്കും? SITക്ക് വിദേശത്ത് പോയി അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ടോ? CBI അന്വേഷണം വേണ്ടേ? പിന്നെ ഈ CBI അന്വേഷണം
കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഊന്നുവടിയായ മുസ്ലിം ലീഗ് വരെ പല കേസിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല കൊലക്കേസിലും മാർക്സിസ്റ്റുകാർ പ്രതികളായിട്ടുള്ള കൊലക്കേസിൽ CBI അന്വേഷണം ലീഗുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഒരു ആവശ്യം ഇന്ന് ഉന്നയിക്കുമ്പോൾ ഇവരെന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? സത്യം പുറത്തു വരുന്നതിനാൽ കോൺഗ്രസ്സുകാർ എന്തിനാണ് ഭയപ്പെടുന്നത്? അവരുടെ നേതാക്കന്മാരാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരുന്നതല്ലേ ഭംഗി, അതിന് എന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പോൾ യുക്തിസഹമായ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം വില കുറഞ്ഞ വ്യക്തിപരമായ ആരോപണങ്ങൾ ചർച്ചയ്ക്ക് ഭംഗിക്കുറവേ ഉണ്ടാക്കുള്ളൂ, ഭംഗി കൂട്ടില്ല, ചർച്ചയുടെ മിഴിവ് കൂട്ടില്ല, ചർച്ചയുടെ മറുപടി വ്യക്തമാണ്. അഡ്വക്കേറ്റ് കെ രാംകുമാർ മതിപ്പും കൂട്ടില്ല. അതെ, കൃത്യമായ മറുപടിയാണ് അഡ്വക്കേറ്റ് കെ രാംകുമാർ നൽകിയത്. എന്തായാലും ഇന്ത്യ സഖ്യമാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ എന്നുള്ള നിരീക്ഷണമാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ മുന്നോട്ട് വെച്ചത്. പക്ഷെ ഒരു പടി കൂടി കടന്ന് അഡ്വക്കേറ്റ് കെ രാംകുമാറാണ് ഇതിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ മരുമക്കളുടെ പങ്കും ഉണ്ട്, അതുകൂടി അന്വേഷിക്കണമെന്നുള്ള കാര്യം അഡ്വക്കേറ്റ് രാംകുമാറിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകരാണ് മുമ്പോട്ട് വെക്കുന്നത്.